സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ സുപരിചിതയായ നടിയാണ് പേളിമാണി. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു രണ്ടാമത്തെ മകളായ നിതാരയുടെ ഒന്നാം പിറന്നാൾ പേളിയും കുടുംബവും ഗംഭീരമായി ആഘോഷിച്ചത്. നിതാരയുടെ പിറന്നാളിന് സ്പെഷ്യൽ ഗസ്റ്റായി എത്തിയത് മഞ്ജു വാര്യരും. ആദ്യമായാണ് പേളിയുടെ കുടുംബത്തിലെ ഒരു ഫംഗ്ഷനിൽ അതിഥിയായി മഞ്ജു വാര്യർ എത്തുന്നത്. പിന്നാലെ ചിത്രങ്ങൾ പങ്കുവെച്ച് പേളി കുറച്ച് വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു. നിതാരയുടെ പ്രിയപ്പെട്ട പാട്ടിലെ പ്രിയപ്പെട്ട ആൾ പിറന്നാൾ ദിനത്തിൽ കാണാൻ വന്നപ്പോൾ നിതാര ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് ഈ പാട്ടിന്റെ ലൂപ്പിലാണ് എന്ന് അറിയുന്നവർക്ക് അറിയാം. അവളുടെ പിറന്നാൾ ദിനത്തിൽ അവൾക്ക് ലഭിച്ച ഏറ്റവും മികച്ച സമ്മാനമാണിതെന്ന് ഞാൻ കരുതുന്നു. മഞ്ജു വാര്യർ, നിങ്ങളുടെ സാന്നിധ്യത്തിന് വളരെ നന്ദി. നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കുടുംബമായിരിക്കും. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് പേളി കുറിച്ചത്. മഞ്ജുവിന്റേതായി അടുത്തിടെ റിലീസ് ചെയ്ത സിനിമ വേട്ടയാനിലെ മനസ്സിലായോ എന്ന ഡാൻസ് നമ്പറാണ് നിറ്റാരയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ഗാനം. ഈ ഗാനത്തിന് തുള്ളിച്ചാടുന്ന നിറ്റാരയുടെ വീഡിയോ പേളി പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഈ ചിത്രങ്ങൾ വൈറലായതോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. നില കുഞ്ഞായിരുന്നപ്പോഴും നിലയെ കാണാൻ പേളിയുടെ വീട്ടിലേക്ക് മഞ്ജു എത്തിയിരുന്നു. ആയിഷയിലെ കണ്ണില് കണ്ണില് പാട്ടിനായിരുന്നു നിളയുടെ ഡാൻസ്. കണ്ണില് കണ്ണിലെ പാട്ട് എവിടെ കേട്ടാലും അറിയാതെ തോളനക്കി ചെറിയ സ്റ്റെപ്പൊക്കെ വെക്കുന്ന നിളയുടെ വീഡിയോ കണ്ട് അതുവഴി വരുമ്പോൾ നേരിൽ കാണാമെന്നായിരുന്നു മഞ്ജു പറഞ്ഞിരുന്നത്. പിന്നാലെ നീലുവിനെ നേരിൽ കാണാനും എത്തിയിരുന്നു. നിലയെ കണ്ടയുടൻ കെട്ടിപ്പിടിച്ച് സമ്മാനവും മഞ്ജു നൽകി. തനിക്ക് വളരെ പ്രിയപ്പെട്ട കളറിലുള്ള വസ്ത്രമാണതെന്നും അതിനാലാണ് അത് വാങ്ങിയതെന്നുമാണ് മഞ്ജു വാര്യർ പേളി സമ്മാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്. പൊതുവെ അത്ര പെട്ടെന്ന് ആർക്കും പിടികൊടുക്കാത്ത നില മഞ്ജുവിനെ വിട്ടുമാറാതെ നിൽക്കുകയായിരുന്നു. അതേസമയം വിടുതലെ രണ്ടാണ് മഞ്ജു വാര്യരുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്രിമാறനാണ്. മികച്ച വിജയം നേടിയ വിടുതലെ രണ്ടിൽ പ്രധാന വേഷത്തിലാണ് മഞ്ജു വാര്യർ എത്തുന്നത്. മലയാളത്തിൽ എമ്പുരാനാണ് മഞ്ജു വാര്യരുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ. മാർച്ച് 27-നാണ് എമ്പുരാൻ റിലീസാകുന്നത്. മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എമ്പുരാൻ പ്രദർശനത്തിന് എത്തും. മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്ത് മഞ്ജു വാര്യർ സജീവമാണ്. വേട്ടയാനാണ് വിടുതലെ രണ്ടിന് മുൻപ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം. മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ മഞ്ജുവിന്റേതായി ഒരുങ്ങുന്നുണ്ട്.